ഞാൻ AJB സ്കൂളിലെ കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കണമെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ജോസ് പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നു. സ്നേഹമുള്ളവർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കണം. അതാണ് മനുഷ്യധർമ്മം. ഞാൻ കഥ പറയുന്നു. എൻ്റെ പേര് സത്യൻ താന്നിപ്പുഴ. കഥയുടെ പേര് മിന്നാമിനുങ്ങ്. ലതയും ഹാസിയും അമ്മയും ഒരുമിച്ച് സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്ന് ദൈവദേശകം ചൊല്ലി. അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞ് മക്കളോട് പുസ്തകമെടുത്ത് വായിക്കാൻ പറഞ്ഞിട്ട് അമ്മ അടുക്കളയിലേക്ക് പോയി. ഒരു മിന്നാമിനുങ്ങ് മുറിയിൽ പറന്ന് നടക്കുന്നത് കണ്ടു. ലത ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, മിന്നാമിനുങ്ങിൻ്റെ ദേഹത്ത് വെട്ടമുണ്ടാകുന്നത് എങ്ങനെയാണ്? മിന്നാമിനുങ്ങിൻ്റെ അടിഭാഗത്ത് വെള്ള കലർന്ന മഞ്ഞ നിറമുണ്ട്. രാത്രിയിൽ അത് പ്രകാശിക്കുന്നു. ഇടവിട്ടാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് എന്ന് പേരുണ്ടായത്. രാത്രിയാണ് മിന്നാമിനുങ്ങ് ആഹാരം തേടി ഇറങ്ങുന്നത്. പകൽ വല്ല ഇലയുടെ അടിയിൽ ഒളിച്ചിരിക്കും. പകൽ മിന്നാമിനുങ്ങിനെ കണ്ടാൽ ചെറിയ വണ്ടാണെന്നേ തോന്നുകയുള്ളൂ. ചേട്ടൻ പറഞ്ഞു, നമുക്ക് അതിനെ പിടിച്ച് ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. കുപ്പിയിൽ ഇരുന്ന് മിന്നാമിനുങ്ങ് മിന്നുന്നത് കാണാൻ രസമായിരിക്കും. ലത പറഞ്ഞു, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞ് ഭാസി തോർത്തുകൊണ്ട് എടുത്തു കൊണ്ടുവന്ന് മിന്നാമിനുങ്ങിൻ്റെ മേലിട്ടു. അതിനെ പിടിച്ചെടുത്ത് കുപ്പിയിലാക്കി കളിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ വന്നു. കുപ്പിയിൽ കിടന്ന് മിന്നാമിനുങ്ങ് മിന്നുന്നത് കാണിച്ചു കൊടുത്തു. മക്കളെ, ദൈവം ഓരോ ജീവിക്കും വ്യത്യസ്തമായ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് മിന്നി തിളങ്ങട്ടെ, നമുക്ക് കണ്ട് ആസ്വദിക്കാം. കുപ്പിയിലാക്കി വെച്ചാൽ അത് ചത്തുപോകും. തേനീച്ചകളും പൂമ്പാറ്റകളും പരാഗണം നടത്തുന്നില്ലെങ്കിൽ കായ്കനികൾ ഉണ്ടാവുകയില്ല. മിന്നാമിനുങ്ങും പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. മനുഷ്യൻ സഹജീവിയോട് സ്നേഹമുള്ളവനായിരിക്കണം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നെൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പാദേശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഉറുമ്പിന് പോലും ഒരു ഉപദ്രവവും വരുത്തരുത്. അനുകമ്പ ആനന്ദത്തിനും അനുകമ്പാരാഹിത്യം ദുഃഖത്തിനും കാരണമാകും. അച്ഛൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മക്കൾ മിന്നാമിനുങ്ങിനെ കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടു. അത് ഇരുട്ടിൽ മിന്നിപ്പാറി നടക്കുന്നത് കണ്ട് രസിച്ചു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്സാപ്പിൽ വിവരം അറിയിക്കുക.